ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്നൊരു അടിപൊളി ഒരു ഹെയർ ബോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് തീർച്ചയായിട്ടും ഹെയർ ബോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം താണ്ട് ഇതുപോലൊരു നെറ്റിൻ്റെ തുണി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമുക്കിങ്ങനെ മീറ്ററായിട്ട് നമുക്ക് കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സാധാരണ നമ്മുടെ കയ്യിൽ നെറ്റിൻ്റെ ഒരു കട്ടിയുള്ള കുറച്ച് തുണിയുണ്ടല്ലോ, ആ തുണി എടുത്താലും മതിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടുക്കൂടെ വെച്ചൊന്ന് നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ബോയ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിത് നൂല് വെച്ചിട്ടാണ് ഇതിങ്ങനെ കെട്ടുന്നത്. കാരണം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിൽക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാനിത് നൂല് വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നെറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തലയിലൊക്കെ വെക്കുന്ന നെറ്റുണ്ടല്ലോ, ആ ഒരു നെറ്റാണെങ്കിൽ കുറച്ച് കട്ടിയുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിലൊക്കെ. അതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ 3 ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. റെഡ് കളറിലെ ഫ്ലവേഴ്സും സിൽവറിൻ്റെ ഫ്ലവേഴ്സുമാണ് എടുക്കുന്നത്. അപ്പം ഞാനിത് ഒട്ടിക്കുന്നതിന് പകരമായിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിരിക്കുമോ എന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓരോ ഫ്ലവറും എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സിൽവർ എടുത്തപ്പോൾ ആ ഒരു മണ്ടയ്ക്കത്തെ ആ ഒരു മുത്താണെങ്കിൽ അങ്ങ് ഇളകിപ്പോയായിരുന്നു. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ആ 3 ഫ്ലവറും ഞാനൊന്ന് നല്ല രീതിയിൽ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സും ഈ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മോത്തിയിൽ നിന്നാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ഫ്ലവറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് പീസ് റേറ്റ് ആണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഇങ്ങനെ 4-5 പീസ് വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം ഞാനിത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടുക്കത്തെ ആ ഒരു സിൽവറിൻ്റെ ആ ഒരു ബീഡ് ഇളകിപ്പോയപ്പോൾ ഞാൻ അതിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ ഒരു ഫോം ഫ്ലവർ 2 ഫോം ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നല്ല രീതിയിൽ ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളും. എത്ര വലിച്ചെന്ന് പറഞ്ഞാൽ ഇളകിയൊന്നും പോരത്തില്ല. അപ്പം നമുക്ക് ഒട്ടിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിതുപോലെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതാണെങ്കിൽ ഈ ഒരു സംഭവം നമുക്കൊന്നെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലോ, അല്ലെങ്കിൽ നമുക്ക് വലിയവരുടെ ക്ലിപ്പിലോ, അല്ലെങ്കിൽ ബോയിലോ, അല്ലെങ്കിൽ നമുക്ക് നൈലോൺ ബാൻഡിലോ ഒക്കെ നമുക്കിത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ഭയങ്കര നല്ല രസമാണ് ഈ ഒരു സാധനം. പിള്ളേരൊക്കെ തലയിൽ വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേ സെയിം കളറിലെ ഡ്രസ്സും നല്ല പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഫ്രില്ലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ആ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ റേറ്റൊക്കെ ആണെങ്കിലും മീറ്റർ വെച്ചാണ് റേറ്റ് പോകുന്നത്. ഇപ്പോൾ ഇതിനാണെങ്കിൽ ഈ ഒരു സംഭവത്തിന് 24 അത്രയൊക്കെ റേറ്റ് ആയിരുന്നു. ഫ്ലവേഴ്സൊക്കെ പീസ് റേറ്റൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഈ ഒരു ഫോം ഫ്ലവേഴ്സ് ആണെങ്കിലും നമുക്ക് 4-5 പീസായിട്ട് ഒരുമിച്ചായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ എവിടെ വാങ്ങിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിതുപോലെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഇതൊരു ബോയിലോട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.